ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും റമീസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട്ട് കുറച്ച് കാര്യങ്ങൾ വെറുതെ സംസാരിക്കാമെന്ന് വെച്ചൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ലൈവ് ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ റമീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ സ്വാഗതം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത പുതിയ സബ്സ്ക്രൈബേഴ്സിനും പഴയ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ നമ്മുടെ ചാനൽ കുഴപ്പമില്ലാതെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ദിവസമൊക്കെ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാൻ ടൈമായി. ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്ന് ഇവിടെ എറണാകുളത്ത് നമ്മുടെ ശ്രീ തൃപ്പൂണിത്തറയിലെ ശ്രീ പൂർണ്ണത്രേശ്വര ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. ഉത്സവം തുടങ്ങിയിട്ട് 2-3 ദിവസമായി. അപ്പോൾ നമ്മളിന്ന് രാവിലെ അവിടെ പോയിട്ട് ശിവയിലേക്ക് കണ്ടു. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഒരു 5-10 മിനിറ്റ് ലൈവൊക്കെ ചെയ്തു. ലൈവ് നമുക്ക് ഒരുപാട് നേരം ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, കുറച്ച് നേരം ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താണ്? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? അപ്പോൾ എല്ലാവരും സൺഡേ ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഔട്ടിങ്ങിനൊക്കെ പോയോ? ഇവിടുത്തെ കാലാവസ്ഥ നല്ല അടിപൊളിയാണ്. ഇപ്പോൾ വെയിലില്ല, മഴയില്ലാത്തൊരു ശാന്തമായിട്ടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വൈപ്പിനാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് തൃപ്പൂണിത്തറയ്ക്ക് പോകാൻ. അപ്പോൾ രാവിലെ നമ്മൾ വണ്ടിക്ക് 2 വീലറിന് പോകുമ്പോഴത്തേക്കും സാധാരണ നല്ല വെയിലായിരിക്കും. ചുട്ടുപൊള്ളി വെയിൽ എന്താ പറയുക, ചുട്ട് പഴുത്താണ് നമ്മൾ വരുന്നത്. ചോറ്റാനിക്കരൊക്കെ പോയപ്പോൾ ചുട്ട് പഴുത്തിട്ടുണ്ടാവും, ദാഹിച്ചു വലഞ്ഞൊക്കെ. അപ്പോൾ ഇന്ന് പോയിട്ട് നമ്മൾ വെയിലില്ലാത്തത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. വെയിലില്ലാത്തതുകൊണ്ട് നമുക്ക് ടയേർഡായില്ല. അപ്പോൾ കുറച്ച് ഞാൻ ശിവയിലേക്ക് കണ്ടിരുന്നു. നമ്മളൊരു 10 മണിയൊക്കെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ രാവിലെ പോകുന്ന വഴിക്ക് നമ്മൾ രാവിലെ നമ്മളൊരു 8 മണിയൊക്കെ ആയിട്ട് ഇറങ്ങി പുറത്തുനിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചിട്ടില്ല, കഴിക്കണം. പിന്നെ ഇവിടെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അടുത്ത 1-ാം തീയതി, ഡിസംബർ 1-ാം തീയതിയാണ് ചേട്ടനൊക്കെ ശബരിമലയിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നോമ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വെജിറ്റബിളാണ് ഫുള്ള്. അപ്പോൾ ഫുൾ വെജാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളും ഭക്ഷണം കഴിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ വേറെന്താ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ, അതായത് നമ്മൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ? ഒത്തിരി പ്രോബ്ലംസ്, നെഗറ്റീവ് കമൻസ്, നെഗറ്റീവ് തോട്ട്, നെഗറ്റീവ് മറ്റുള്ള ഒരുപാട് ആൾക്കാരുടെ കമൻസ് മാത്രമല്ല, നമുക്ക് നേരിട്ടായാലും ഒത്തിരി നെഗറ്റിവിറ്റി നമ്മൾ ഫേസ് ചെയ്യും ഇല്ലേ? അപ്പോൾ നമ്മളതൊക്കെ ഫേസ് ചെയ്ത് അതിജീവിച്ച് നമ്മളൊരു ലക്ഷ്യം, ഇപ്പോൾ യൂട്യൂബ് ചാനൽ മാത്രമല്ല, നമ്മൾ വേറെ എന്തെങ്കിലും, നമ്മൾ സ്റ്റഡിയുടെ കാര്യത്തിനായാലല്ല, നമ്മളുടെ വേറെ എന്തെങ്കിലും എയിം, ജോബ്, അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും നമ്മളൊരു എയിം വെച്ചിട്ട് നമ്മളത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ആ എയിം ലക്ഷ്യത്തിന് നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. നമ്മളുടെ ആ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടി, അതായത് നമ്മുടെ സ്റ്റെപ്പ്, ആ പാത, അതിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്ക് പല രീതിയിൽ നേരിടേണ്ടി വരും ഇല്ലേ? ഒത്തിരി പ്രശ്നങ്ങൾ, ആളുകൾ പറയുന്നത്, മറ്റുള്ളവർ പറയുന്നത്, അത് ഇത്, പിന്നെ മറ്റുള്ളവരുടെ സംസാരങ്ങളല്ലാതെ തന്നെ നമുക്ക് അതിലേക്ക് എത്താനുള്ള വേറെ കുറേ ട്രബിൾസ്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മളതൊക്കെ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. നമ്മുടെ ലക്ഷ്യം നമുക്ക് മുന്നോട്ട് പോകാതെ വിജയിപ്പിച്ചെടുക്കുന്നൊരു വാശി ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസൊക്കെ ഫേസ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ, ഇപ്പം നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ എടുക്കുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുടക്കത്തിൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായാലും അതുപോലെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അവരോടൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും അല്ലേ? അപ്പോൾ എല്ലാവരും ഒരുപോലെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ട് തന്നെ ഒന്നുമില്ല. ചിലർ നമ്മളോട് നെഗറ്റീവായിട്ട് പറയും, ചിലർ പോസിറ്റീവായിട്ട് പറയും. പിന്നെ പല കാറ്റഗറി ആണല്ലോ ആളുകൾ. അപ്പോൾ അത് പല രീതിയിൽ പറയും. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ ചില ആൾക്കാർ ഡൗൺ ആയി പോകും ഇല്ലേ? ഡൗൺ ആയി കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരത് പാതി വഴിക്ക് നിർത്തും. അതുപോലെ നമ്മുടെ പല സ്വപ്നങ്ങളും പല ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ പാതി വഴിക്ക് പലതും ഉപേക്ഷിക്കും. അത് മെയിൻ കാരണം, ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നമ്മളുടെ എന്താ പറയുക, ഒരു സ്ട്രോങ് മൈൻഡായിരിക്കണം. നമ്മുടെ ലക്ഷ്യം സ്ട്രോങ് ആണെങ്കിൽ, ശക്തമായിരിക്കണം. അപ്പോൾ നമ്മൾ ആ ലക്ഷ്യം എന്തായാലും നമ്മളത് എന്താ പറയുക, ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും ഇല്ലേ? ഇപ്പം ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടം വരെയൊക്കെ എത്താൻ പറ്റുന്ന ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും ഇത്രത്തോളം ഒക്കെ എത്താൻ പറ്റും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഞങ്ങൾക്കും ചെറിയ ചെറിയ പ്രോബ്ലംസൊക്കെ ഫേസ് ചെയ്യണമെന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായിട്ട് എന്തായാലും നമ്മളെ ലക്ഷ്യം മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യാണ്. അപ്പോൾ ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ
നല്ല അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ വരുന്ന തോട്ട്സും ചിന്തകളും പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് കമൻ്റ് ആയാലും മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാനേ പാടില്ല. നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും നിങ്ങളുടെ ആ ഒരു എയിം ആയിരിക്കണം. നിങ്ങൾ അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു എയിം. ഓരോ ദിവസവും നമ്മൾ അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ നമ്മളുടെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മളുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം അല്ലേ. അപ്പം നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളുടെ സ്വപ്നത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് ഉറക്കം കിട്ടുമ്പോൾ നമ്മളെന്താണ് നമുക്ക് ഉറക്കം വേണം. അപ്പോൾ നമ്മളുടെ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ തടസ്സങ്ങൾ വരുമ്പോൾ നിങ്ങൾ പിന്മാറരുത്. ആ തടസ്സങ്ങളെ നമുക്ക് നേരിടാൻ നമ്മളത് ഫേസ് ചെയ്ത് നമ്മളതിനെ നേരിട്ടാൽ മാത്രമാണ് നമുക്ക് വിജയം എന്നൊരു സംഭവം ഉണ്ടാവുള്ളൂ. നേരിട്ട് പോയിട്ട് ഒരു കാര്യം വിജയത്തിലേക്ക് ആക്കിയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയും. എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, ഒത്തിരി സഹനങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ എന്ത് തന്നെ ആയാലും നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ അതുപോലെ നല്ല കൺസിസ്റ്റൻസി ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ലക്ഷ്യത്തെ നിങ്ങൾ നല്ല അടിപൊളി സ്ട്രോങ് ആക്കിയിട്ട് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ആ ലക്ഷ്യം നമുക്ക് എന്താ പറയുക ജയിപ്പിക്കാൻ പറ്റും. പിന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മൈൻഡേ ചെയ്യണ്ട. നമുക്ക് വേണ്ടത് കൂടുതൽ നെഗറ്റീവാണ്. എന്നാലാണ് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ ലക്ഷ്യത്തിന് നമുക്ക് സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് വാശി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ വിജയിപ്പിക്കാൻ ശ്രമിക്കൂല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എന്താ പറയുക നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു സമയത്തൊക്കെ ആലോചിച്ച് നോക്കിയപ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പിയല്ലേ. അപ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടി കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ മൈൻഡ് ചെയ്തൊക്കെ അവഗണിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഓരോ നെഗറ്റീവുകളും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ആ നെഗറ്റീവുകൾ നമ്മൾ എന്താ പറയുക പോസിറ്റിവിറ്റിയായിട്ട് മാറ്റാം. അപ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളായാലും അതുപോലെ ഒന്ന് ഫേസ് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വിജയം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഞാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായിട്ട് നമ്മളത് ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ ആക്റ്റീവാക്കി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5-8 മാസങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട് നമ്മുടെ ചാനൽ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ പദ്ധതിയായി. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ ക്രിസ്മസ് വരുന്നു, ന്യൂ ഇയർ ഒക്കെ വരുന്നു. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ച് ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, സി യു.